നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. കോതമംഗലം റവന്യൂ ടവർ പരിസര നവീകരണത്തിനായി 35 ലക്ഷം രൂപ MLA ഫണ്ട് വിനിയോഗിക്കാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ലഭ്യമായെന്ന് ആന്റണി ജോൺ MLA. കോതമംഗലം നഗരമധ്യത്തിലെ റവന്യൂ ടവറിന്റെ പരിസര നവീകരണ പ്രവർത്തനങ്ങൾക്കായി 35 ലക്ഷം രൂപ MLA ഫണ്ട് വിനിയോഗിക്കാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ MLA അറിയിച്ചു. 2023 MLA ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചുള്ള റവന്യൂ ടവറിന്റെ ചുറ്റുറോഡുകൾ ടൈൽ വിരിക്കൽ, കോൺക്രീറ്റ് അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. തുടർന്ന് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നു. എന്നാൽ MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡങ്ങളും നിബന്ധനകളും ഈ ഫണ്ട് വിനിയോഗത്തിന് തടസ്സമായി നിന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പിന് കത്ത് നൽകിയിരുന്നത്. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചിലവഴിച്ച് ടൈൽ പാകുന്നതിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനുമായി പ്രത്യേക അനുമതി നൽകി ധനകാര്യ വകുപ്പ് ഉത്തരവായിട്ടുണ്ട്. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് MLA അറിയിച്ചു. നേരത്തെ ചിലവഴിച്ച 12 ലക്ഷം രൂപയ്ക്ക് പുറമെ 35 ലക്ഷം രൂപ കൂടി വിനിയോഗിക്കാൻ അനുമതി ലഭ്യമായതോടുകൂടി റവന്യൂ ടവറിന്റെ പരിസര നവീകരണത്തിനായി ആകെ MLA ഫണ്ട് 47 ലക്ഷം രൂപ വിനിയോഗിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.